ഹായ് എവ്രി വൺ, ദിസ് ഇസ് യു മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരോടൊക്കെ തുറന്നു പറയുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മിനിമം നമ്മുടെ ലൈഫിൽ സീക്രട്ടായിട്ട് വെക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. പലപ്പോഴും ഇതൊന്നും നമുക്കൊരാൾ പറഞ്ഞു തരാത്തതുകൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ട് പഠിക്കേണ്ടതായിട്ടും വരുമ്പോൾ നമ്മൾ കുറച്ച് പ്രശ്നങ്ങളിൽ പെടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നമ്മുടെ എന്ന് വിചാരിച്ച് എല്ലാമൊക്കെ തുറന്ന് പറഞ്ഞ് അവർ തിരിച്ച് നമ്മൾ കുത്തുന്ന സമയത്താണ് വിചാരിക്കുക, ഇതവിടെ പറയേണ്ടായിരുന്നു അല്ലേ. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അതായത് നിങ്ങളുടെ ഫാമിലി ലൈഫിലായാലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും നടക്കുന്ന കരിയർ സംബന്ധമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ, അത് എല്ലാവരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. കരിയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആരാണോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടവരുടെ അടുത്ത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇനി ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഏത് ഫാമിലി മെമ്പറായിട്ടാണോ നിങ്ങൾക്ക് ഇഷ്യൂ അദ്ദേഹവുമായിട്ടത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെയാണ്, എൻ്റെ അമ്മായിയമ്മ എന്നോട് ഇങ്ങനെ ചെയ്തു, എൻ്റെ ഭർത്താവ് ഞാൻ വിചാരിച്ച പോലെയല്ല, എൻ്റെ ഭർത്താവ് ഞാനും തമ്മിൽ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങളുടെ അമ്മായിയമ്മയും തമ്മിലുള്ള പ്രശ്നം ചിലപ്പോൾ സോൾവ് ആവും, നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നവും ചിലപ്പോൾ സോൾവ് ആവും. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. അങ്ങനെ പോയി നിങ്ങൾ പോലും അറിയാത്ത ആളുകളിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്തും. അപ്പോൾ അവരവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എനർജി, ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ചും നിങ്ങളുടെ അമ്മായിമ്മേനെക്കുറിച്ചും ഒക്കെ ഒരു നെഗറ്റീവ് എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മുടെ ലൈഫിന് ദോഷം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ചെന്നിട്ട് ഒരാളോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഭർത്താവ് നന്നായി അല്ലെങ്കിൽ അമ്മായിമ്മ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതേ ആളോട് ചെന്നിട്ട് പറയുക, നല്ല വിശേഷങ്ങൾ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നീയല്ലേ എന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മായിമ്മ ഇങ്ങനെയാന്ന്, അല്ലെങ്കിൽ നീയല്ലേ പറഞ്ഞു നിൻ്റെ ഭർത്താവ് ഇങ്ങനെയാന്ന്, ഇപ്പോൾ അയാൾ നന്നായ വിശ്വസിക്കരുതട്ടാ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വയ്ക്കുക. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല, ടോക്സിക്കാണ്, വളരെ ടോക്സിക് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സോഴ്സുകൾ, ഏറ്റവും നല്ല സോഴ്സുകളുടെ അടുത്ത് മാത്രം പറയുക. അല്ലാത്ത കാര്യങ്ങൾ സീക്രട്ടായിട്ട് വയ്ക്കുക. എപ്പോഴും നമുക്കൊരു ബൗണ്ടറി ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഗോൾസ് ചത്താലും ശരി നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുക. ചിലർക്കൊരു സ്വഭാവമുണ്ട്, ഒരു 4 ആളോട് എൻ്റെ ലക്ഷ്യം ഇതാണ്, ഞാൻ ഇത്രയും നന്നായിട്ട് പരീക്ഷ എഴുതാൻ പോവാണ്, എനിക്ക് ഈ പരീക്ഷയിൽ ജയിക്കാൻ പറ്റും എന്നൊക്കെ 4 ആളോട് പറഞ്ഞില്ലെങ്കിൽ, അവരൊക്കെ എന്നെ ഇത്തിരി പൊക്കിയില്ലെങ്കിൽ ഞാൻ ആ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കണത് 4 ആൾ അറിയണം എന്നൊരു ചിന്തയുള്ള ആളുകളുണ്ടാവും. പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഉള്ളിലിരുന്നോട്ടെ. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് 4 ആളോട് പറഞ്ഞ് അവരുടെ വാല്യുലേഷൻ വാങ്ങിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സീക്രട്ടുകൾ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. ചില ആളുകളോട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൗഡ് സ്പീക്കറിൽ പറയുന്നതിനും തുല്യമായിട്ടിരിക്കും അല്ലേ. നമ്മൾ നാട് ചുറ്റും വിളംബരം ചെയ്യുന്നതിന് തുല്യമാണ് ഈ ഒരാളുടെ അടുത്ത് പറയാമെന്ന് പറയും. നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തി ആവാതിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് എന്തെങ്കിലും വിഷമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ വിശ്വസിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ നിങ്ങളോട് ആ കാര്യം പറഞ്ഞ വ്യക്തിയുടെ വിശ്വാസം, ട്രസ്റ്റ്, അത് നിങ്ങളെപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.